പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ആശയം, ക്രിസ്മസിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? നമ്മളെല്ലാവരും ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോഴും ക്രിസ്മസ് ആഘോഷം എന്ന് പറയുമ്പോഴും എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഒരു സ്റ്റാർ. എത്ര ദരിദ്രന്റെ വീട്ടിലായാലും ഒരു സ്റ്റാർ ആദ്യം വാങ്ങി കിട്ടുന്നുണ്ട്. നമ്മൾക്ക് സ്റ്റാർ കിട്ടിയോ? വീട്ടിൽ കിട്ടാൻ തുടങ്ങി, കൂടെ ഉണ്ടാക്കാൻ തുടങ്ങിയോ? തുടങ്ങിയില്ല. അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ സ്റ്റാർ കിട്ടിയില്ലെങ്കിലും ഇവിടെയുള്ള 5 നക്ഷത്ര ഹോട്ടലുകളിലേക്ക് അവർക്ക് സ്റ്റാർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കോട്ടയിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവരും തന്നെ സ്റ്റാർ കിട്ടി. ഞാൻ പലപ്പോഴും ഈ വലിയ വലിയ കടകളും വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ നവംബർ മാസത്തിലെ അവർ വലിയ സ്റ്റാർ കിട്ടാം. അപ്പം ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോഴും മനുഷ്യൻ അറിയില്ല. നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്മസിനെ നമ്മൾ സ്റ്റാർ എടുക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഉത്തരം പറയാൻ ശ്രമിച്ചേ. സ്റ്റാർ കണ്ടു വന്നു. പക്ഷെ ആ സ്റ്റാർ കൊണ്ട് എന്താ കർത്താവ് ആഗ്രഹിച്ചത്? സ്റ്റാർ വിളിച്ചു വിളിച്ചു തരുമല്ലോ. വഴികാട്ട് ഓരോരുത്തരും പറഞ്ഞു നമ്മള് ചിന്തയെ ഉന്നതങ്ങളിലേക്ക് ഉയർത്താം. എന്താണ് സ്റ്റാർ? വഴികാട്ടി എന്ന് പറഞ്ഞാൽ ആട്ടിടയന്മാർക്ക് വഴി കാണിച്ചു കൊടുത്തു, രാജാക്കന്മാർക്ക് വഴി കാണിച്ചു കൊടുത്തു. പക്ഷേ ഉത്തരം പൂർണ്ണമാവുന്നില്ല. യേശുവിലേക്ക് യേശു ലോകത്തിലേക്ക് വരാൻ വേണ്ടി പിന്നെയുള്ള വാസ്തവത്തിൽ ഇവിടെയാണ് ക്രിസ്മസിൻ്റെ എല്ലാം ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ എല്ലാവരും ഒരുപാട് ധ്യാന പ്രസംഗങ്ങൾ എല്ലാ ആഴ്ചയിലും കൂടുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു. പക്ഷേ ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള സാധാരണ എല്ലാ ദിവസവും പറയുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്ന ചില കാര്യങ്ങളുടെ ആഴമായ അർത്ഥത്തിലേക്ക് പോകണം. ഞാൻ ഉദ്ദേശിച്ച അർത്ഥം ഇപ്പോൾ ആർക്കും കിട്ടിയിട്ടില്ല. എന്താണ് നക്ഷത്രത്തിൻ്റെ അർത്ഥം? ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ വരവിന് തയ്യാറാകുക. ശരി, പക്ഷേ അടയാളം. പക്ഷെ അടയാളം, ആ അടയാളത്തിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്? നക്ഷത്രം കണ്ട പ്രത്യാശ കിട്ടും. വെളിച്ചം എന്ന് പറയുന്നിടത്തോളം നല്ലതാണ്. പക്ഷെ ആ വെളിച്ചം എന്താ? അപ്പൊ അതിനെ ഞാൻ കുറച്ചുകൂടി ലഘൂകരിക്കാം. ഈ വെളിച്ചം വാസ്തവത്തിൽ ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവത്തിന്റെ ഈ നക്ഷത്രം വാസ്തവത്തിൽ ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവം അഥവാ യേശുവിനെ നമ്മളുടെ അടുത്തേക്ക് അയക്കുമ്പോൾ ദിവ്യജ്ഞാനമായ യേശു എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, ആ വെളിച്ചത്തെ ആ പ്രകാശ
പ്രകാശത്തെ, ആ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ തന്നെ ജ്ഞാനത്തിലൂടെ അല്ലാതെ അറിയാൻ പറ്റില്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിലെല്ലാം പറയുന്നുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ആരംഭം ജ്ഞാനമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ആരംഭം ജ്ഞാനമാണ്. ദൈവം തന്നെ നമുക്ക് ജ്ഞാനം തന്നാലേ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട്, വെളിച്ചം നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് ഈ നക്ഷത്രം തന്നെ ലോകത്തിലുള്ള എല്ലാവരും അന്ന് കണ്ടു കാണും, ഇല്ലേ? എല്ലാവരും കണ്ടു കാണും. പക്ഷെ അവർക്കാർക്കും ഈ നക്ഷത്രത്തിലൂടെ കിട്ടേണ്ട ആ ജ്ഞാനം കിട്ടിയില്ല. 3 ജ്ഞാനികളായ രാജാക്കന്മാർക്ക് ഈ നക്ഷത്രം കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ എന്തോ ഒരു പ്രകാശമുണ്ടായി. അവർ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇതൊരു സാധാരണ നക്ഷത്രമല്ലല്ലോ. അപ്പോൾ അവിടെയാണ് ദൈവം തന്നെ അവരിലേക്ക് ഒരു ജ്ഞാനം കൊടുക്കുകയാണ്. ആ ജ്ഞാനം അവരെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് നയിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് വേണ്ടി അവർക്ക് ദാഹിക്കാൻ തുടങ്ങി. ഈ ജ്ഞാനികൾ ആരായിരുന്നു? അവർ ക്രിസ്ത്യാനികളായിരുന്നു. അവർ ഏത് യൂതക്കാരൻ? അപ്പൊ അവര് ആരായിരുന്നു? അവർ വിശ്വാസത്തിന്റെ മേഖലയിൽ അവർ ക്രിസ്ത്യാനികളായിരുന്നോ? അല്ല. അവർ യഹൂദരായിരുന്നോ? പിന്നെ ആരായിരുന്നു? അവർ വിജാതീയ രാജാക്കന്മാരായിരുന്നു. അവർ വിജാതീയരായിരുന്നു, ജ്ഞാനികളായിരുന്നു, ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അപ്പോൾ അവരെ ഈ ജ്ഞാനത്തിലൂടെ യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ് ഈ നക്ഷത്രം അഥവാ ജ്ഞാനം. നക്ഷത്രം വാസ്തവത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെയാണ്, ദൈവത്തിന്റെ ആ ജ്ഞാനത്തെ നമ്മിലേക്ക് നൽകുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ രാജാക്കന്മാർ വളരെ നാളുകൾ അതിനെക്കുറിച്ച് പഠിച്ച് ആ നക്ഷത്രത്താൽ നയിക്കപ്പെട്ട് ഇതാ ബെത്ലഹേമിൽ വന്നിരിക്കുന്നു. ബെത്ലഹേമിൽ വന്നു. അവർക്ക് മനസ്സിലായത് രാജാവ്, യൂതന്മാരുടെ രാജാവ് ബെത്ലഹേമിൽ പിറക്കാൻ പോവുകയാണ്. ആ രാജാവിനെ കാണാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം, ഞങ്ങൾ അവനെ കണ്ട് ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. എന്തിനു വന്നിരിക്കുകയാണ്? ഞങ്ങൾ അവനെ കണ്ട് ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ എറണാകുളത്ത് ഭാഗത്തേക്ക് ഒരു ബിഷപ്പ് വരികയാണെങ്കിൽ ആദ്യം അദ്ദേഹം ബിഷപ്പ് ഹൗസിൽ പോകില്ലേ? എന്ന പോലെ ഒരു രാജ്യത്തേക്ക് മറ്റു രാജാക്കന്മാർ വരികയാണെങ്കിൽ ആദ്യം അവരെവിടെ പോകും? രാജകൊട്ടാരത്തിൽ പോകും. പക്ഷെ അവിടെ ചെന്നപ്പോ ഈ വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോ ആ രാജാവ് ഭയപ്പെടുകയാണ്. എന്റെ രാജ്യത്ത് വേറൊരു രാജാവ് ജയിക്കണമെന്നോ? അത് എനിക്ക് അറിയില്ല. അപ്പോ രാജാവ് ആളുകളെല്ലാം വിളിച്ചുകൂട്ടി, എവിടെയായിരിക്കും ഇങ്ങനൊരു രാജാവ് ജയിക്കുന്നത്? വാസ്തവത്തിൽ അവിടെയുള്ള പുരോഹിതന്മാർക്കും ജ്ഞാനികൾക്കും എല്ലാം ഇത് അറിയാമായിരുന്നു. രാജാവിന് മാത്രമേ അറിയാതിരുന്നുള്ളൂ. രാജാവിന്റെ അരമനയിലുള്ള ജ്ഞാനികളും പുരോഹിതരും എല്ലാം പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ എഴുതപ്പെട്ടിരിക്കുന്നു, പ്രവാചകനിലൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ ജ്ഞാനികൾ അവിടെ നിന്നും എക്സാക്ട് സ്പോട്ട് എവിടെയാണ് ഈ
രാജാവ് പിറക്കാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയോടെ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഇതാ നക്ഷത്രം കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നമ്മുടെ കാറിലേക്ക് ഫിറ്റ് ചെയ്യുന്ന നാവിഗേറ്റർ പോലെ straight 300 meters, then take a right turn, then left, ഇങ്ങനെ. അതുപോലെ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാക്കന്മാരെ നയിച്ചു. ഇതാ അവസാനം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ സ്റ്റാർ നക്ഷത്രം അവിടെ നിൽക്കുക. പക്ഷേ കൊട്ടാരമല്ല, ഒരു ഉൾത്തൊഴുത്ത്. ലോജിക്, സയന്റിഫിക് ലോജിക് ഇതൊക്കെ അറിയാവുന്ന അവർക്ക് ഈ ഉൾത്തൊഴുത്തിൽ ഈ രാജാതിരാജൻ പറക്കുന്നു. പക്ഷെ അവർക്ക് യാതൊരു സംശയമുണ്ടായില്ല. അവർ ആ പുൽത്തൊഴുത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ആ പുല്ലുകളിൽ ആ വൈക്കോലിൽ കിടത്തിയിരിക്കുന്ന ഉണ്ണിയേശുവിനെ അവർ കണ്ടു. അവർ സാഷ്ടാംഗം പ്രണമിച്ചു, ആരാധിച്ചു. എന്ത് ലോജിക്കിലാണ് ഈ ഉൾത്തൊഴുത്തിൽ കിടക്കുന്ന ഈ കുട്ടി രാജാവാണെന്ന് അവർക്ക് മനസ്സിലായത്. ഇത് ഹെറോദേസിന്റെ അരമനയിലാണ് ഇങ്ങനെ ഒരു കുട്ടി പിറക്കുന്നത് കണ്ടെങ്കിൽ വെരി ക്ലിയർ, ഒരു സംശയമില്ല. ഞങ്ങൾ വന്നു, ഓരോ കാലത്തിൽ രാജാവ് ഞങ്ങൾ കണ്ടു, ആരാധിച്ചു. അപ്പൊ ഇവിടെയാണ് ദൈവത്തിന്റെ ജ്ഞാനം അവർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തു. അറ്റ് ദാറ്റ് മൊമെന്റ് ദൈവത്തിന്റെ ജ്ഞാനമാണ് അവർക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇത്തരത്തിലുള്ള മനസ്സിലാക്കാൻ കൊടുക്കുന്നത്. മറ്റാരോടും അവർ ചോദിച്ചില്ല, ആരോടും ചോദിച്ചുള്ള പ്രയോജനമില്ല. ആ ജ്ഞാനികൾ ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെ ഈ കാലിത്തൊഴുത്തിൽ കന്നുകാലികളുടെ ഇടയിൽ ഇതാ ജോസഫും മേരിയും അവരുടെ മധ്യത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞ് രാജാതിരാജനായ രാജാക്കന്മാരുടെ രാജാവായ യേശുവാണെന്ന് അവർ കൃത്യമായി തിരിച്ചറിഞ്ഞു. അവർ കൊണ്ടുവന്നിരുന്ന വളരെ വിലപിടിച്ച സമ്മാനങ്ങളെല്ലാം അവർ ഉണ്ണിയേശുവിനെ കാഴ്ചവെച്ചു. ഇനി നോക്കുക, അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയിട്ട് പിന്നെ ആ നക്ഷത്രം കാണാനില്ല. അത്രയും സമയം അവരെ നയിച്ച ആ നക്ഷത്രം അപ്രത്യക്ഷമായി. എന്തുകൊണ്ട്? നക്ഷത്രത്തിന്റെ ഒറിജിൻ അല്ലെങ്കിൽ ഉറവിടമായ ആ സത്യപ്രകാശത്തെ അവർ കണ്ടുകഴിഞ്ഞിരിക്കുന്നു. ഇനി ആ പ്രകാശമാണ് അവരെ നയിക്കേണ്ടത്. അതും നമുക്ക് കാണാം. അവർ 3 പേർ ജ്ഞാനികളായിരുന്നിട്ടും രാജാക്കന്മാരായിരുന്നിട്ടും അവർ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ഹെറോദേസ് പറഞ്ഞതനുസരിച്ച് ഹെറോദേസ് പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടിട്ട് തിരിച്ചില്ലേ വന്ന് എന്നോട് വിവരം അറിയിക്കും. അപ്പോൾ ഞാൻ പോയി കാണാൻ. പക്ഷെ അതിൻ്റെ മുന്നിൽ ഒരു കേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്രയും ജ്ഞാനികളായിട്ടും ഇവർക്ക് മനസ്സിലായി. ഇതാണ് നമ്മുടെ അവസ്ഥ. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ജ്ഞാനം അവരോട് പറയുകയാണ്, നിങ്ങൾ ആ വഴിയെ പോകരുത്, നിങ്ങൾ വന്ന വഴിയെ പോകരുത്, നിങ്ങൾക്ക് ഞാൻ മറ്റൊരു വഴി കാണിച്ചു തരാം, നിങ്ങൾ മറ്റൊരു വഴിയെ പോകണം. നമ്മളോട് രാജാവിനോട് പറഞ്ഞു വന്നാൽ രാജാവിനോട് പ്രോമിസ് ചെയ്തതല്ലേ, നമ്മളും രാജാക്കന്മാരല്ലേ, നമ്മളെടുത്ത തീരുമാനം പെട്ടെന്ന് തന്നെ മാറ്റാൻ
ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ആരോട് ചോദിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തതാണ്? അവർ ആ നേതൃത്വത്തിനോട് ചോദിച്ചോ? അവർ യേശുവിനോട് ചോദിച്ചോ? അപ്പൊ ഇത്രയും ജ്ഞാനികളായിരുന്നിട്ട് പോലും അവർ എടുത്ത തീരുമാനം ദൈവഹിതം അല്ലായിരുന്നു. ഇതൊന്ന് അടിവരയിടണം ഈ ക്രിസ്മസ്. പക്ഷെ അവരുടെ ജ്ഞാനത്തിൻ്റെ സത്ത വളരെ അടിവരയിടേണ്ടത് ഇത്രയും ജ്ഞാനികൾ രാജാക്കന്മാരുമായിരുന്ന അവർ എടുത്ത തീരുമാനത്തെ ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവർ കർത്താവ് പറഞ്ഞ പോലെ മറ്റൊരു വഴിയെ അവരുടെ നാട്ടിലേക്ക് പോയി. അവർ ഹെരോദേസിന്റെ അരമനയിൽ പോയില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. ഈ ക്രിസ്മസിൽ നമ്മൾ ഒരുപാട് പരിപാടികളും പദ്ധതികളും പ്ലാനുകളും എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും. ആരോട് ചോദിച്ചിട്ടാണ്? ഈ ക്രിസ്മസിൽ നിന്നല്ല, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവനും കണക്കുകൂട്ടലുകളിൽ നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനത്തിനോട് ചോദിച്ചിട്ടാണോ കാര്യങ്ങൾ നടത്തുന്നത്? അവർ ജ്ഞാനികളായിരുന്നു, ഹൈലി എഡ്യൂക്കേറ്റഡ്. നമ്മളും ഒരുപാട് എഡ്യൂക്കേഷണൽ ആളുകളാണ്. നമ്മൾ വളരെയധികം അറിവുള്ളവരാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ജ്ഞാനികളെയും അതോടൊപ്പം ഒരറിവില്ലാത്ത അഥവാ വിദ്യാഭ്യാസമില്ലാത്ത മറ്റൊരു കൂട്ടരാണ് ഈശോയെ വന്ന് ആരാധിച്ചതില്? അവരാരാ? രണ്ടുപേരും കണ്ടു മനസ്സിലായി യേശുവിനെ. പിന്നെ ഈ ഇതിന് വിദ്യാഭ്യാസത്തിനൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? വിദ്യാഭ്യാസവും വിദ്യാസമ്പന്നതയും എല്ലാം വേണം. പക്ഷേ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം വേണം. ആ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം തന്നെ അനുദിനം നമ്മളെ നയിക്കുന്ന ഒരു ജ്ഞാനമാണ്. ദൈവത്തെ കുറിച്ചുള്ള അറിവിലേക്ക് മാത്രമല്ല നയിക്കുന്നത്, നമ്മുടെ സ്വന്തം ജീവിതത്തിനെ എങ്ങനെ ക്രമപ്പെടുത്തണം, നമ്മുടെ വിശ്വാസത്തിന്റെ വിസ്മയീയതയിലേക്ക് നമ്മളെ ദൈവിക ജ്ഞാനം നയിക്കും. ഈ ക്രിസ്മസ് സമയത്തുള്ള വലിയൊരു വൈരുദ്ധ്യം, ഒരുപാട് പേര് ക്രിസ്മസ് ഭയങ്കര അടിപൊളി ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിഞ്ഞൂടാ എന്താ ക്രിസ്മസ്. ഒരുപാട് പേര് ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഇല്ലേ? ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കണം. അപ്പൊ ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു ആരായിരിക്കണം? ക്രിസ്തു ആയിരിക്കണം. നമുക്കൊന്ന് കരമുയർത്തി യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഉച്ച സമയമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞേക്കാം, അല്ലേ? കൈ ഇല്ലേ? സാധാരണ നല്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാ? ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചത്തിന് പോത്ത വെച്ച് കരുവിയും കുറിച്ചതൊക്കെ ആയിട്ട് നന്നായിട്ട് നൂണ് കഴിച്ച് ഒന്ന് ഉറങ്ങണം, ഇല്ലേ? ഇതല്ലേ നമ്മളുടെ ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അവിടെ നിങ്ങൾ അതിൽ നിന്നെല്ലാം മാറി ഇവിടെ വന്ന് ഈ ഉച്ച സമയത്ത് വചനം കേൾക്കണം. ഒരു പുതിയ സിദ്ധാന്തമാണ്, ഇല്ലേ? കാലം മാറി തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആഗമനകാലത്തിന്റെ ഒരു ഞായറാഴ്ചത്തെ റീഡിങ്, ഇന്ന് ലത്തീക്രമത്തിൽ എന്തായിരുന്നു റീഡിങ്? ഇന്നത്തെ ആദ്യത്തെ റീഡിങ് എന്തായിരുന്നു? ഏഷ്യായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയോ ഏഷ്യ 11 ആയിരുന്നു. അപ്പൊ ഈ ഒരു
ഞായറാഴ്ച ഏഷ്യ 11-ാം അധ്യായത്തിന് വായന കഴിഞ്ഞോ വരാൻ പോകണമെന്ന് എനിക്ക് സംശയം. അടുത്ത ആഴ്ച അതിന് മുമ്പിൽ തന്നെ. അപ്പോൾ യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ആഗമനത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ്. യേശു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അപ്പോൾ ഏശയ്യ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജെസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർക്കും, ആ മുളയിൽ നിന്നും ഒരു കതിര് വരും, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരിക്കും. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആത്മാവ്, വിവേകത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ്, ധൈര്യത്തിൻ്റെയും ആലോചനയുടെയും ആത്മാവ്. അങ്ങനെ തുടർന്ന് വന്നിട്ട് 6-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അപ്പോൾ ആട്ടിൻകുട്ടിയും ചെന്നായും ഒന്നിച്ച് വസിക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. എപ്പോൾ ഈ ജ്ഞാനം വന്നു കഴിയും. അതിനുശേഷം 9-ാമത്തെ വചനത്തിൽ പറയുകയാണ്, സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് പോലെ ഈ ഭൂമി മുഴുവനും ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അതെല്ലാവരും പറഞ്ഞ് കരമുയർത്തി, സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് പോലെ ഈ ഭൂമി മുഴുവൻ ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങളെ ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ ഞാൻ അയക്കുകയാണ്. ചെന്നായി കുഞ്ഞാടി, നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? സർപ്പത്തെ പോലെ വിവേകിയായിരിക്കണം, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. അപ്പോൾ ഈശോ ഈ ഏഷ്യ 11-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനത്തിനെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ഈ ഭൂമി മുഴുവനും ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയ്ക്കാനാണ്. ഒന്ന് കൈവച്ച് കാണിച്ച് ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം. ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന മറ്റൊരു വചനമാണ്, അന്ധകാരത്തിൽ കുടികൊണ്ടിരുന്ന ജനം ഒരു പ്രകാശം കിട്ടും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വചനമാണ്, അന്ധകാരത്തിൽ കുടികൊണ്ടിരുന്ന ജനം ഒരു പ്രകാശം. എന്തായിരുന്നു ആ അന്ധകാരം? ആ അന്ധകാരം മനുഷ്യന്റെ അജ്ഞതയായിരുന്നു, ഇഗ്നറൻസ്. ദൈവത്തിന് പകരം കല്ലിനെയും കാറ്റിനെയും മലയെയും ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം. ദൈവത്തിന് പകരം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ജ്ഞാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു ജ്ഞാനങ്ങളിൽ ആശ്രയിച്ചിരുന്ന കാലഘട്ടം. കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരി എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രശ്നം? അവൻ പറയുന്നത്, നമ്മുടെ നാട്ടിലല്ല, പുറം നാട്ടിലെ കാര്യം, അവൻ്റെ കാര്യം. അവൻ പറയുന്നത് അവനെ സൃഷ്ടിച്ചത് തെറ്റായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അവനൊരു സ്ത്രീയായി പറക്കേണ്ടവനായിരുന്നു. പക്ഷേ ദൈവം അവനെ തെറ്റായിട്ട് പുരുഷനായിട്ട് സൃഷ്ടിച്ചു. അതുകൊണ്ട് അവൻ ഒരുപാട് ശസ്ത്രക്രിയകൾ നടത്തിച്ച് സ്പെഷ്യലിസ്റ്റുകാരുടെ അടുത്ത് പോയിട്ട് സെക്സ് ചേഞ്ചിങ് ശസ്ത്രക്രിയ നടത്തിയാണ്. അങ്ങനെ അവൻ്റെ പടിപടിയായിട്ട് ഓരോ അവയവങ്ങളെല്ലാം അവർ മാറ്റി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ജ്ഞാനമാണല്ലേ? നല്ല ജ്ഞാനമാണോ? എന്താ ജ്ഞാനത്തിൽ പറയുക? ആ ജ്ഞാനത്തിൽ എന്താ പറയുക? കണ്ടോ, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന വചനം ഇപ്പോഴും ബാധകമാണോ? ഇന്ന് ആധുനിക ലോകത്തിലെ വിദ്യാസമ്പന്നരായ 1000 എണ്ണിക്കപ്പെട്ട ആളുകളെ നമ്മളും ഡോക്ടറേറ്റ് എടുത്തവരും ബിസിനസ് മാനേജ്മെന്റ് എടുത്ത ഒരാളെ എനിക്കറിയാം.
ബിസിനസ് മാനേജ്മെന്റിൽ ഗോൾഡ് മെഡലിസ്റ്റായ ഒരു സഹോദരി, അവൾക്ക് അവളുടെ ഹോം മാനേജ്മെന്റിൽ ബ്രാസ് മെഡൽ പോലുമില്ല. അവളുടെ ഭർത്താവ് ഒരു സ്ഥലത്ത്, അവളുടെ കൊച്ചു വേറെ സ്ഥലത്ത്, അവൾ വേറെ സ്ഥലത്ത്. ബിസിനസ് മാനേജ്മെന്റിൽ ഗോൾഡ് മെഡൽ എടുത്ത അവൾക്ക് അവളുടെ ഹോം മാനേജ്മെന്റിൽ ബ്രാസ് മെഡൽ പോലും. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് ഇഗ്നറൻസ്. അന്ധകാരത്തിൽ കൂടിക്കൊണ്ടിരുന്ന ജനം പ്രകാശം കണ്ടു എന്നത്. ആ അന്ധകാരം എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനമില്ലാതെ മാനുഷിക ജ്ഞാനത്തിലും അല്ലെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ അറിയാത്ത ഒരവസ്ഥയാണ്. ബൈബിൾ മുഴുവനും ആരംഭം മുതൽ കാണുന്ന ഒരു പ്രതീകം അല്ലെങ്കിൽ ഒരു സത്യം, പ്രകാശം, അന്ധകാരം. ഇല്ലേ? ഉൽപ്പത്തി പുസ്തകം 1, 2, 3 വചനങ്ങളിൽ എന്താ പറയുന്നത്? ആഴത്തിനുമേൽ അന്ധകാരമായിരുന്നു, ആ അന്ധകാരത്തിനുമേൽ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളത്തിനുമേൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, പ്രകാശം ഉണ്ടാകട്ടെ. പ്രകാശം. ദൈവം കണ്ടു ഈ പ്രകാശം വളരെ നല്ലതാണെന്ന് കണ്ടു. പിന്നെ 3 പ്രാവശ്യം പറയുന്ന ഒരു കാര്യമുണ്ട്: പ്രകാശത്തെയും അന്ധകാരത്തെയും വേർതിരിച്ചു. പകലിനെയും രാത്രിയെയും വേർതിരിച്ചു. സൂര്യനെയും ചന്ദ്രനെയും വേർതിരിച്ചു. കടലിനെയും കരയെയും വേർതിരിച്ചു. അപ്പോൾ ഉൽപ്പത്തിയുടെ ആദ്യത്തിൽ തന്നെ കാണുന്നത് ഒരു സെപ്പറേറ്റിംഗ് ആസ്പെക്റ്റാണ്, സെപ്പറേഷൻ. ഇതാണ് ബൈബിൾ മുഴുവൻ. അവസാനം ഇപ്പോ മുന്നോടിയായിട്ടുള്ള യോഹന്നാൻ മോഹൻദാൻ പറയുന്നത് എന്താ? ഞാൻ അനുതാപത്തിന്റെ മാമോദീസയാകുന്നത്, എന്നാൽ എന്നേക്കാൾ വലിയവൻ ഇതാ എന്റെ പിന്നാലെ വരുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തും. ഉടനെ അടുത്ത ഒറ്റ ചാട്ടം എങ്ങോട്ടാണ്? അന്ത്യയുഗത്തിലേക്ക് അറിയപ്പെടുന്നു. അവന്റെ കയ്യിൽ വീശുമറമുണ്ട്. വീശുമറം എപ്പോഴാണ് ആവശ്യം? എപ്പോഴത്തെ കാര്യം വീശുമറം? അവൻ നല്ല വിത്തുകളെയും പതിരിനെയും വേർതിരിക്കും. ഇത് തന്നെയല്ലേ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത്? അന്ധകാരത്തെയും പ്രകാശത്തെയും വേർതിരിച്ചു, രാത്രിയെയും പകലിനെയും വേർതിരിച്ചു, പതിരിനെയും നല്ല വിത്തിനെയും വേർതിരിക്കുന്നു. ഇങ്ങനെ വേർതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ to know what is right and wrong. വേർതിരിക്കുന്ന ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ തിന്മയും നന്മയും വേർതിരിക്കുക. ഈ തിന്മയും നന്മയും വേർതിരിക്കുന്നതിനാണ് കാരണം എന്ന് പറയുന്നത്. ഒന്ന് കൈവീശി എല്ലാവരും കൈ വീശിക്കൊണ്ടിരുന്നേ എന്നൊന്ന് കേട്ടെ. ഈ തിന്മയും നന്മയും വേർതിരിച്ചറിയുന്നതിന് എന്ത് പറയുന്നു? എല്ലാവരും ശബ്ദമേർത്തെന്ന് പറയണം. തിന്മയും നന്മയും വേർതിരിച്ചറിയുന്നതിന് പറയുന്നു. ഇതാണ് ആദത്തിനോടും ഹവ്വയോടും പറഞ്ഞത്. ആ ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കണം. കാരണം അത് തിന്മയും നന്മയും വേർതിരിച്ചറിയുന്നതിന്റെ വൃക്ഷമാണ്. അത് ദൈവത്തിന്റെ കഴിവാണ്, മനുഷ്യന്റെ കഴിവല്ല. മനുഷ്യനെ ദൈവത്തെ കൂടാതെ തിന്മയും നന്മയും വേർതിരിച്ചറിയാൻ സാധ്യമല്ല. കൈവിശ്വകൂടി മനുഷ്യനെ ദൈവത്തെ കൂടാതെ തിന്മയും നന്മയും വേർതിരിച്ചറിയുക സാധ്യമല്ല. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയും. മനസ്സിലായി? എന്തിനാണ് യേശു വന്നത്? യേശു വന്നത് ഈ ദിവ്യജ്ഞാനമായ യേശു മനുഷ്യനുമായിട്ട് ലയിച്ചുകൊണ്ട്
മഹത്വം അവനിൽ സംസ്ഥാനമാക്കാൻ. ഇനി ജന്മയും നന്മയും വേർതിരിച്ചറിയാൻ നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇതാ പ്രകാശം അന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രകാശത്തിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇത് പള്ളിയിൽ പോകുന്ന ദിവസം മാത്രമല്ല, ഇത് എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മുടെ ആത്മാവിന്റെ പ്രകാശമാണ്. നമ്മുടെ ആത്മാവിന്റെ പ്രകാശം. ഇതിനെ ആ നക്ഷത്രം നമ്മുടെ ആത്മാവിലാണ് ഉദിക്കുന്നത്. ആ നക്ഷത്രം നമ്മുടെ എത്ര അന്ധകാരം നിറഞ്ഞ ഹൃദയമായാലും, നമ്മുടെ പുൽത്തൊഴുത്ത് പോലെയുള്ള ഭവനമാകുന്ന ഹൃദയമായാലും, കന്നുകാലികളുടെ മലമൂത്ര വിസർജനം പോലെ അശുദ്ധമാണ് നമ്മുടെ ഹൃദയമെങ്കിലും അവിടെയും യേശു ജനിക്കും. അവിടെയും യേശു ജനിക്കും. Praise the Lord. യേശു ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രമാണ് യേശുവിന്റെ ബാല്യകാലത്തെ കുറിച്ച് കുറെ കൂടി വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. Praise the Lord. ലൂക്കയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 40 മുതൽ 52 വരെയുള്ള 13 വചനങ്ങളിൽ യേശുവിന്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുന്നു. ജനിച്ചു കഴിഞ്ഞു, ഈജിപ്തിലേക്ക് പോയി, അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു യേശുവിനെ കുറിച്ച്. പിന്നെ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ എങ്ങും നമ്മൾ അത് കാണുന്നില്ല. എന്നാൽ ലൂക്ക അതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചു. മറ്റൊരു സുവിശേഷകനും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ 13 വചനങ്ങളിൽ യേശുവിന്റെ 30 വർഷത്തെ കാലഘട്ടത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? എല്ലാവരും നേരിട്ട് പറഞ്ഞുകൊണ്ട്, ശിശു വളർന്നു, ശക്തനായി. ശിശു വളർന്നു, ശക്തനായി. ഞാനൊന്ന് ചോദിക്കാം. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പിന്നെ കുറച്ചുകൂടി ഉഷാറായിട്ട് നിങ്ങൾ ഇരിക്കും. ഞാൻ തന്നെ പ്രസംഗിക്കേണ്ട ആവശ്യം, നിങ്ങൾ പ്രസംഗിക്കണം, പ്രസംഗിക്കില്ലേ? ശിശു എങ്ങനെയാ ശക്തനായി? ശിശു എങ്ങനെ ശക്തനായി? മൾട്ടിവിറ്റാമിൻ ഫുഡ് കഴിച്ചില്ലേ? എന്ത് കഴിച്ചിട്ടാ ശക്തനായി? ചിക്കൻ, മട്ടൻ, പോർക്ക് എന്ത് കഴിച്ചോ? എന്ത് കഴിച്ചു ശക്തനായി എന്ന് പറയണേ? ഒന്നെല്ലാവരും ശബ്ദം വരുത്തി, ജ്ഞാനം നിറഞ്ഞു ശക്തനായി. ഒന്നുകൂടി എല്ലാവരും പറഞ്ഞ്, ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. എന്തൊരു ഉത്തരവാദിത്തം പറയണേ. ലൂക്ക എഴുതിയത് ശരിയാണല്ലേ? ഈ ശിശു ദൈവം തമ്പുരാൻ തന്നെയായ ശിശു എങ്ങനെ ജ്ഞാനം നിറഞ്ഞെന്ന് പറയണേ? ആരായ ശിശു? ദൈവം തന്നെയായ ശിശു. ദൈവം ജ്ഞാനത്തിൽ പൂർണ്ണനാണോ? പൂർണ്ണനാണ്. അപ്പൊ എന്താ പിന്നെ ജ്ഞാനം നിറഞ്ഞു ശക്തനായ എന്ന് പറയുന്നതിന്റെ അർത്ഥം? സംഭവം സീരിയസ് ആകാമല്ലോ. നിങ്ങൾ ഇതിനെക്കുള്ളതാണോ പ്രതീക്ഷിച്ചത്? ഇതിനൊക്കെ പറഞ്ഞാൽ മതിയോ? അതോ നമ്മൾ എന്തെങ്കിലും തമാശ വേണം? എന്ത് വേണം? ഇതിപ്പോ കാര്യം സീരിയസ് ആ പറയാൻ പോകുന്നത്. പറയട്ടെ. യേശുവിന്റെ ഈ ജനനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ വലിയ രഹസ്യവും വിസ്മയം നിറഞ്ഞ ആണ് യേശു എന്ന ആ യേശുവിന്റെ വ്യക്തിത്വം. നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവവും മനുഷ്യനുമാ തന്നെ വാഴ്ത്തിക്കുന്നു പാടി എല്ലാവരും കൈയടിച്ചു. ദൈവവും മനുഷ്യനുമാ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? അപ്പൊ ഈ യേശു എത്രത്തോളം ദൈവമാണ്, എത്രത്തോളം മനുഷ്യനാണ്? 50-50 ആണോ? 50% ദൈവവും 50% മനുഷ്യൻ. അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല, അപ്പൊ വേറുണ്ട്. എങ്ങനെയാണ് യേശു 100% പൂർണ്ണനായിട്ടും ദൈവമാണ്, എന്നാൽ അതേസമയം പൂർണ്ണനായിട്ടും. Praise the Lord.